ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇന്ന് അയ്യത്തൊക്കെ ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷി എങ്ങനെ നമുക്ക് നന്നായി കൊണ്ടുപോകാം, അതിൻ്റെ കീടങ്ങളെ എങ്ങനെ ഒഴിവാക്കാം, അതുപോലെ തന്നെ വെണ്ടയുടെ ഗുണങ്ങളും പിന്നെ അതിൻ്റെ പരിചരണവും ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നേരിട്ട് കാണാം. അതായത് നമ്മുടെ വെണ്ട കൃഷിക്ക് നമ്മൾ ഈ ചട്ടിയിൽ ഈ മണ്ണുമെല്ലാം നിറയ്ക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ കുമ്മായവും മണ്ണുമായിട്ട് ഒരു 15 ദിവസമെങ്കിലും അത് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച മണ്ണായിരിക്കണം. പിന്നെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മൂന്നും തുല്യ അളവിൽ നമ്മൾ എടുക്കണം. ആ അളവിലെടുത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിടി എല്ല് പൊടി, അതിൻ്റെ അതേ കണക്ക് തന്നെ ഒരു പിടി വേപ്പം മുണ്ണാക്കും, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഈ ചട്ടിയിൽ നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ആവശ്യത്തിന് ആ ചട്ടിയിൽ നിറച്ച് 2 ദിവസം വെള്ളമൊഴിച്ച് അതൊരു രീതിയിലാക്കി ആ മണ്ണെടുക്കണം. അതിനുശേഷം നമുക്ക് വിത്തോ അല്ലെങ്കിൽ തൈയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് അത് നടാവുന്നതാണ്. പിന്നെ നമുക്ക് വിത്താണ് പാവാൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിയിട്ട് വെക്കണം. അതിനുശേഷം സൂഡോമോണസ് ലായനിയിലോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള കഞ്ഞിവെള്ളത്തിലോ പിന്നെ നമ്മുടെ തേങ്ങാ വെള്ളത്തിലോ ഒക്കെ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വിത്ത് പാകാവുള്ളൂ. പിന്നെ വെണ്ട കൃഷിക്ക് അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മഴക്കാലത്ത് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിൽ തട്ടിത്തിടക്കുന്ന ഇലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇലപ്പുള്ളി രോഗം വരാറുണ്ട്. അത് നമ്മൾ ആ ഇല അങ്ങ് വെട്ടിക്കളഞ്ഞാൽ അതങ്ങ് മാറും. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ഈ ഇല ചുരുട്ടിപ്പുഴു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ അതെന്ന് പറഞ്ഞത് വെട്ടിക്കളയുകയോ കീറിക്കളയുകയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ശല്യം അങ്ങ് പോകും. അത് കൊന്നാൽ മതി. പിന്നെ ഇതിൻ്റെ ഈ പൂവൊക്കെ വന്നതിന് ശേഷം കായലും ഒക്കെ ആയിട്ട് മേളിൽ നീലിമുട്ട എന്ന് പറഞ്ഞ ഒരു പ്രാണി വന്നിരിക്കും. അവനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നല്ലോണം ചെടിക്ക് വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ നല്ല ശക്തമായിട്ട് ഒഴിക്കുമ്പോൾ അതങ്ങ് പോയിക്കോളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ പൊതുവായിട്ട് ഈ കീടങ്ങളെയൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ വെളുത്തുള്ളിയും വേപ്പെണ്ണ കൂടി മിക്സ് ചെയ്തുള്ള മിശ്രിതം തളിച്ചു കൊടുത്താൽ മതി. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സുലഭമായി കിട്ടുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നല്ലോണം പുളിപ്പിച്ചിട്ട് അത് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് അത് ചുവട്ടിലൊഴിക്കുകയും സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒക്കെ മതിയാവും. നമ്മൾ ദിവസവും കാണുമ്പോൾ അതൊന്നൊക്കെ അറിയാമല്ലോ കാര്യങ്ങളെക്കുറിച്ച്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം കൂടാതെ തന്നെ നമ്മുടെ ഈ ജമന്തിയുടെ ഇതൊരു തൈയാണ്. ഏത് കൃഷിക്കും ഇത് ഇവരൊന്ന് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ കീടങ്ങളെല്ലാം വന്നതാണ്ട് ഇതിൻ്റെ മഞ്ഞപ്പൂ പിടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോയിക്കൊള്ളും. അപ്പം നമുക്ക് ഒരു 90% നമ്മളെ പരിചരിക്കുന്ന ആളാണ്. ഇളയാൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. ഇതാണ്ട് നമ്മുടെ ഈ മുട്ട് വന്ന് നമ്മൾ ആദ്യം വരുന്ന മുട്ടെന്ന് പറഞ്ഞാൽ 1 or 2 അങ്ങ് പിച്ച് ചെയ്യാൻ കളയണം. കാരണം എന്നാലും നമ്മുടെ ഈ തൈക്ക് നല്ലൊരു ബലം കിട്ടത്തുള്ളൂ. അപ്പോൾ ദീർഘകാലം നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആഗ്രഹിച്ച് ആദ്യം വരുമ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ല, പിച്ച് കളയത്തില്ല. അത് ചെയ്താൽ നമുക്ക് നല്ലതാണ്. നമ്മൾ ആദ്യം നട്ട വെണ്ട വിളവെടുപ്പ് ആകുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ അടുത്ത ഒരു സെറ്റ് നടണം. കാരണം നമുക്ക് വീട്ടിൽ വെണ്ട ഒഴിയാതെ തന്നെ 12 മാസവും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ എപ്പോഴും തന്നെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് എടുക്കാവുന്ന വെണ്ട നമുക്ക് കിട്ടും. നമ്മുടെ സ്വന്തം തോട്ടത്തിലായതുകൊണ്ട് ഇതിനകത്ത് വലിയ കീടങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് പിടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ഇളമനാണ്. പക്ഷേ വെണ്ടയുടെ ഗുണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതായത് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇത് സൂപ്പിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ കുറച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ബായ്.